ഹായ് ഗായ്സ്. അധിക വീടുകളിലും വൈകുന്നേരം ചായൻ്റെ കൂടെ ഒരു ചായക്കടി മസ്റ്റ് ആയിക്കൂലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറികൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന തൊലിയുള്ള കടലയുണ്ടല്ലോ, ആ കടല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആർക്കായാലും ഒന്ന് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള കടല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ നമ്മൾ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ ഇതേപോലെ അത്യാവശ്യം വലിയൊരു പീസാക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ ചെറിയ ജാറുണ്ടാവുമല്ലോ, അതിലേക്ക് ഇത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് പേസ്റ്റായിട്ട് ഇറങ്ങിയൊന്നും പോകണ്ട. നമ്മൾ സാധാ പരിപ്പോടെ ഉണ്ടാക്കില്ലേ, അത് തന്നെയാണ് സംഭവം. പക്ഷേ ഇത് തൊലിയുള്ള കടല വെച്ചിട്ടാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരാണ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മടിക്കടല വെച്ച് സാധാരണ കറികൾ മാത്രമല്ലേ ട്രൈ ചെയ്യലുള്ളൂ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത ടൈമിലാണെങ്കിൽ ഈ ഒരു കടല വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായക്കൊരു കടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കടലയും കൂടെ ഇതേപോലെ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തെടുക്കണം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ പച്ചമുളക് ചേർത്തിക്കല്ലോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ ഇത് മാവ് കുഴച്ചെടുക്കാൻ പാകത്തിന് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. സ്പൂൺ വെച്ചാൽ എന്തായാലും എല്ലാം എല്ലാ ഭാഗത്തും എത്തൂല. അപ്പം കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ മാവൊക്കെ നല്ലപോലെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ പരിപ്പോടെ പൊരിച്ചെടുക്കാനുള്ള ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മാവ് പരിപ്പോടെ ഷേപ്പാക്കിയിട്ട് ഇതേപോലെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഏകദേശം ഉൾഭാഗമൊക്കെ കുക്കായി, കടലൊക്കെ ഒന്ന് കുക്കായി, അതേപോലെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കളറൊന്ന് ചേഞ്ചായി വരുന്നവരേക്കും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാ പരിപ്പോട ഉണ്ടാക്കുമ്പം അത് തൊലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു കളർ ഉണ്ടാവും. ഇത് തൊലി കൂട്ടിയതുള്ളതുകൊണ്ട് അതിനെക്കൊണ്ട് ആ ഒരു ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ചെറിയതായിട്ട് ഉണ്ടാവുള്ളൂ. ടേസ്റ്റിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഈ കടല വീട്ടിൽ ഒരുപാടൊക്കെ ഉണ്ടെങ്കിലെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളും എല്ലാവരും കഴിക്കൂട്ടോ. അപ്പം എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.